ഇന്നലെ ട്രംപ് അതീവ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, തിങ്കൾ അല്ലെങ്കിൽ ചൊവ്വ അമേരിക്കയും ഇറാനും തമ്മിൽ കരാറിൽ ഒപ്പുവെക്കും. മാധ്യമപ്രവർത്തകരിൽ ഒരാൾ ട്രംപിനോട് ചോദിച്ചു, ഇസ്രയേൽ സമ്മതിക്കുമോ? അപ്പോൾ ട്രംപിന്റെ മറുപടി, നെതന്യാഹുവിന് മുമ്പിൽ മറ്റു വഴിയൊന്നുമില്ല. ഞങ്ങൾ ഇറാനുമായി കരാറിൽ ഒപ്പുവെച്ചാൽ അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പാലിക്കുക എന്നത് മാത്രമാണ് നെതന്യാഹുവിന്റെ മുമ്പിലുള്ള ഏക വഴി. ഇസ്രയേൽ മൗനം പാലിച്ചു. പിന്നെ രാത്രിയിൽ നമ്മൾ കേൾക്കുന്നത് ഇറാനിൽ നിന്നും ഇസ്രയേലിലേക്ക് ചീറിപ്പായുന്ന മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ശബ്ദമാണ്. ഏപ്രിലെ വെടിനിർത്തലിന് ശേഷം ആദ്യമായാണ് ഇറാൻ ഇത്രയും ശക്തമായ ഒരു ആക്രമണം ഇസ്രയേലിന് നേരെ നടത്തുന്നത്. ഇടയ്ക്കിടെ UAE-ക്ക് നേരെയും ബഹ്റിന് നേരെയും കുവൈറ്റിന് നേരെയും ഒക്കെ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും ഇസ്രയേലിന് നേരെ തുരുതുര മിസൈൽ വർഷിക്കുന്നത് ആദ്യമായാണ്. വടക്കൻ ഇസ്രയേലിലെ പലയിടങ്ങളിലേക്കും ഇറാന്റെ അതിശക്തമായ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും പറന്നെത്തി. അവയെല്ലാം തന്നെ നിർവീര്യമാക്കി എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നതെങ്കിലും വാസ്തവം വ്യക്തമല്ല. ഇറാൻ പറയുന്നു, ഇസ്രയേലിന്റെ പലയിടങ്ങളിലും ഞങ്ങൾ ആക്രമണം വിജയകരമായി നടത്തിയെന്ന്. ആർക്കെങ്കിലും പരിക്കേറ്റതായോ ഏതെങ്കിലും ഒരു മിസൈലോ ഡ്രോണോ ഇസ്രയേൽ മണ്ണിൽ പതിച്ചതായോ ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടില്ല. ഉടനടി ട്രംപ് രംഗത്തിറങ്ങി. അടിക്കാനുള്ളത് അടിച്ചു കഴിഞ്ഞു, ഇസ്രയേൽ ഒരു കാരണവശാലും തിരിച്ചടിക്കരുത് എന്നായിരുന്നു ട്രംപിന്റെ ആവശ്യം. ഇസ്രയേൽ ഒന്നും മിണ്ടിയില്ല. അത് അർത്ഥഗർഭമായ മൗനമായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഇസ്രയേൽ മിലിറ്ററി തലവൻ പറഞ്ഞു, ഞങ്ങൾ റെഡിയാണ്, ഭരണ നേതൃത്വത്തിന്റെ നിർദ്ദേശം മാത്രം കാത്തിരിക്കുന്നുവെന്ന്. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. നെതന്യാഹു ഉത്തരവിട്ടു. ഇന്ന് വെളുപ്പിന് നമ്മൾ കേൾക്കുന്നത് ഇസ്രയേലിൽ നിന്നും പശ്ചിമേഷ്യയുടെ ആകാശത്തുകൂടി തുരുതുരെ പറന്നു പോകുന്ന ഇസ്രയേലിന്റെ മിസൈലുകളും ഡ്രോണുകളും യുദ്ധവിമാനങ്ങളുമാണ്. ഇസ്രയേൽ അതിശക്തമായി തന്നെ ഇറാന്റെ മേൽ ആഞ്ഞടിച്ചു.